ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് വേദപുസ്തകത്തിലെ ഒരു സംഭവം കഥയായിട്ട് നമുക്ക് നോക്കാം. അതിന് മോശയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, പഠിക്കുന്നത്. മോശയുടെ കഥ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. പുറപ്പാട് പുസ്തകം 3:5-6 വാക്യങ്ങൾ. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രാഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഈസി ആയിട്ടുള്ള വാക്യമാണ്. മോശ മുൾപ്പടർപ്പ് കണ്ടപ്പോൾ അങ്ങോട്ട് അടുത്ത് ചെന്ന് നോക്കാം. നമുക്കൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ടല്ലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നോക്കണമെന്ന്. മോശ അതെന്താണെന്ന് നോക്കാനായിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വാക്യത്തിൽ കൂടെ പഠിക്കുന്നത്. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രാഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. പുറപ്പാട് 3:5-6. മോശ സിപ്പോറയുടെ അപ്പനായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ അഗ്നിജ്വാലയിൽ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് അവൻ വിചാരിച്ചു, ഈ കാഴ്ച എന്താണ്? തീ കത്തുവാണ്, എന്നാൽ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അവൻ ഈ കാഴ്ച കാണുവാനായിട്ട് അടുത്ത് ചെല്ലുന്നു. അപ്പോൾ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് ദൈവം പറഞ്ഞു, മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് മോശ, ഇതാ ഞാൻ എന്ന് പറഞ്ഞു. യഹോവ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് നിൻ്റെ ചെരുപ്പ് നീക്കിക്കളക. ഞാൻ അബ്രാഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു, നിൻ്റെ ദൈവമാകുന്നു. മോശ ദൈവത്തെ നോക്കുവാനായിട്ട് ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ പറഞ്ഞു, ഞാൻ മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. എത്ര സ്നേഹവാനായ ദൈവമാണ് നമുക്കുള്ളത് കുഞ്ഞുങ്ങളെ. നമ്മുടെ നിലവിളിയും നമ്മുടെ കഷ്ടതയും നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രശ്നങ്ങളും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. അല്ലാതെ ജീവനില്ലാത്തൊരു ദൈവമല്ല നമ്മുടെ. വെറും മരവും കല്ലും കൊണ്ടുണ്ടാക്കിയ ദൈവമല്ല ദൈവം. നമ്മുടെ കഷ്ടതയും പ്രയാസങ്ങളും കണ്ണുനീരും ദുഃഖവും പ്രശ്നങ്ങളും നമ്മുടെ സന്തോഷങ്ങളും കാണുന്ന ഒരു ദൈവമാണ്, കേൾക്കുന്ന ഒരു ദൈവമാണ്. അത് നാം ഒരിക്കലും മറക്കരുത്. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ അവരുടെ നിലവിളിയും കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞു. അതിന് മോശ പറഞ്ഞു, ഞാൻ എന്തുള്ളൂ? അതിന് യഹോവ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരും. ഈ പർവ്വതത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിനാൽ അടയാളമാകുന്നു. പിന്നെയും മോശ ദൈവത്തോട് പറഞ്ഞു, നീ ആരാണ് എന്നെ അയച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞു. അതിന് ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നു എന്നുള്ളവൻ ഞാനാകുന്നു. അവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ എന്നെ ഇസ്രായേൽ മക്കളോട് പറയണേ എന്ന് പറഞ്ഞു. മോശ പിന്നെയും ഭയപ്പെട്ടു. പിന്നെ മോശ ചോദിച്ചു, അവർ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞു. യഹോവ അവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്താണ്? അവൻ പറഞ്ഞു, ഒരു വടിയാണ് എൻ്റെ കയ്യിൽ, അത് നിലത്തിടുക എന്ന് യഹോവ മോശയോട് പറഞ്ഞു. മോശ വടി നിലത്തിട്ടു. ഉടനെ അതൊരു സർപ്പമായിട്ട് മാറി. അതിനെ കണ്ട് മോശ പേടിച്ചു. അപ്പോൾ യഹോവ പറയുക, അതിൻ്റെ വാലിന് പിടിക്കുക. മോശ ഭയപ്പെട്ടാണെങ്കിലും കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിച്ചു. അത് അവൻ്റെ കയ്യിൽ വടിയായിട്ട് തീർന്നു. യഹോവ മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യെ മാർവിടത്തിലിട, ഷർട്ടിൻ്റെ അകത്തിട. അവനിട്ടു. പുറത്തെടുത്തപ്പോൾ ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. അപ്പോഴും അവൻ പേടിച്ചു. കർത്താവ് അവനോട് പറഞ്ഞു, നിൻ്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് പറഞ്ഞു. അവൻ കൈ വീണ്ടും മാർവിടത്തിട്ടപ്പോൾ
അത് വീണ്ടും പഴയതുപോലെ ആയി. മോശെ യഹോവയോട് പറഞ്ഞു, കർത്താവ് മുമ്പേ തന്നെയും അടിയനോട് സംസാരിച്ച ശേഷവും അടിയൻ ഒരു വിക്കുള്ള മനുഷ്യനാണ്, വാക്സാമർത്ഥ്യമില്ലാത്തവനാണെന്ന്, തടിച്ച നാവുള്ള വ്യക്തിയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങ് വേറെ ആരെയെങ്കിലും അയക്കണം. യഹോവയ്ക്ക് കോപം ജ്വലിച്ചു. യഹോവയ്ക്ക് കോപമുണ്ടായി. യഹോവ അവനോട് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണ്? നാവിനെ സൃഷ്ടിച്ചത് ആരാണ്? ഞാനാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഓർക്കണം, നമ്മളെയും സംസാരിക്കാൻ കഴിവില്ലാത്തവരെയും കണ്ണ് കാഴ്ചയില്ലാത്തവരെയും കൈയില്ലാത്തവരെയും ആരോഗ്യമില്ലാത്തവരെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. അപ്പം നമ്മളവരെ കളിയാക്കുകയോ അവരെ അപമാനിക്കുകയോ അവരുടെ ഹൃദയത്തിൽ മുറിവേൽക്കുകയോ ചെയ്താൽ ദൈവം ക്ഷമിക്കുകയില്ല. ദൈവം പറഞ്ഞു, അവൻ്റെ വിക്ക് മാറ്റി കൊടുക്കാമെന്നല്ല ദൈവം പറഞ്ഞു കേട്ടോ. അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടിയിരിക്കും. മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഞാനാണ്, നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോട് കൂടിയിരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് പറഞ്ഞു തരും. വീണ്ടും മോശെ പറയുന്നുണ്ട്, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ പറഞ്ഞു, നിൻ്റെ സഹോദരനായ അഹരോൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവുമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിൽ എടുത്തുകൊള്ളുക. മോശ തൻ്റെ ആടുകളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി തൻ്റെ അമ്മായിപ്പനായ യിത്രോയോട് കാര്യങ്ങൾ പറഞ്ഞു. യിത്രോ മോശയോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോകുക. അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി മിസ്രയീം ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വടി മോശയുടെ വടി ദൈവത്തിൻ്റെ വടിയായി മാറി. ആ വടിയും മോശ തൻ്റെ കയ്യിലെടുത്തു. നമുക്ക് ആ വാക്യങ്ങൾ ഒന്നുകൂടെ പഠിക്കാം. പുറപ്പാട് 3:5-6. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രാഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നവൻ അരുളി ചെയ്തു. ഇതിൽ അനേക ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് നാം വിശുദ്ധരായിട്ട് ജീവിക്കണം. അശുദ്ധി നമ്മിൽ നിന്ന് മാറ്റണം. മോശയോട് പറഞ്ഞു, നീ കാലിൽ നിന്ന് ചെരുപ്പ് മാറ്റുക. രണ്ടാമതായിട്ട്, ദൈവം ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ടു, അവരുടെ സങ്കടം കേട്ടു, അതിനുള്ള പരിഹാരവുമായി മോശയെ അയക്കുന്നു. കർത്താവ് കഷ്ടത അറിയുന്നവനും പരിഹാരം തരുന്ന സ്നേഹവാനായ ദൈവമാണ്. മൂന്നാമതായിട്ട്, മോശയുടെ വടി ദൈവത്തിന് കൊടുത്തു. ഇപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയാകുന്നു. നമുക്കുള്ള അല്പം കർത്താവിന് കൊടുത്താൽ കർത്താവ് അതുകൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യും. നാലാമതായി, മോശ ഒഴിവൊഴിവ് പറഞ്ഞപ്പോൾ യഹോവ കോപിക്കുന്നു. യഹോവ എന്തു പറയുന്നുവോ അത് ചോദ്യം ചെയ്യാതെ നാം അനുസരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന വാക്യത്തിനായിട്ട്, ഞങ്ങൾക്ക് തന്ന പാഠഭാഗത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ, അങ്ങ് വിശുദ്ധനാകുന്ന പോലെ വിശുദ്ധരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് പറയുന്ന എന്തും അനുസരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്താൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.